വയനാട് കേണിച്ചിറയിൽ ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കേണിച്ചിറ സ്വദേശി നിഷയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിനു ശേഷം വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഭർത്താവ് ജിൽസൺ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീട്ടിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ആഷിഖ് റഹ്മാനുണ്ട്. ആഷിഖ്, ഇത് എപ്പോഴായിരുന്നു സംഭവം? ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രീലക്ഷ്മി, ഇന്ന് രാവിലെയാണ് മക്കൾ ഈ അച്ഛന്റെയും അമ്മയുടെയും മൃതദേഹം കണ്ടെത്തിയത്. ഈ അച്ഛൻ ജിൻസന്റെ മൃതദേഹം വീടിന് പുറത്ത് വിഷം കഴിച്ച നിലയിലും അമ്മ നിഷയുടെ മൃതദേഹം വീടിനുള്ളിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. തുടർന്നാണ് പോലീസിനടക്കം എത്തി ഒരു പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഒരു ആത്മഹത്യാക്കുറിപ്പും ചില വാട്സപ്പ് ഓഡിയോ സന്ദേശങ്ങളും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് കടബാധ്യത മൂലമാണ് താനിങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതെന്നാണ്. ഈ വാട്സപ്പ് ഓഡിയോയിൽ പറയുന്നത് താനിങ്ങനെ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് അദ്ദേഹം ചില സുഹൃത്തുക്കൾക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് നിരവധി ബിസിനസ്സുകളിൽ ചില കടബാധ്യതയുണ്ടെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അതിനുശേഷം ഈ കടബാധ്യത താങ്ങാൻ കഴിയാത്തതിലുള്ള വിഷമം മൂലമാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സ്വയം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. താൻ ഭാര്യയെ കൊലപ്പെടുത്തി എന്നുള്ള വാട്സ്ആപ്പ് സന്ദേശം അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആത്മഹത്യക്കുറിപ്പിന് സമാനമായ രീതിയിൽ തന്നെ കടബാധ്യത എന്നാണ് ഇദ്ദേഹം വിശദീകരിക്കുന്നത്. എന്തായാലും ഈ നിലവിൽ നിഷയുടെ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ തന്നെ തുടരുകയാണ്. ഫോറൻസിക് അടക്കം എത്തി പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആശുപത്രിയിലേക്ക് മാറ്റുകയുള്ളൂ. എന്നാൽ ഈ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ജിൻസന്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ശരി. വയനാട് കേണിച്ചിറയിലാണ് ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. വീട്ടിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.